കേരളത്തിൽ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഹോം ഗ്രൗണ്ടായി ഉണ്ടാക്കിയത് CPM-കാരാണ്. അവർ പഞ്ചായത്തുകൾ വെട്ടിമുറിച്ചു, അവർ ജില്ലാ പഞ്ചായത്തുകൾ വെട്ടിമുറിച്ചു, അവർ കോർപ്പറേഷനുകൾ തോന്നിയ പോലെ വെട്ടിമുറിച്ചു. ഡീലിമിറ്റേഷന്റെ പേര് പറഞ്ഞ് ആയാസത്തിൽ ജയിച്ചു പോകാൻ കഴിയും വിധം CPM-ന്റെ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ വെട്ടിമുറിക്കപ്പെട്ട ഗ്രാമപഞ്ചായത്തിന്റെയും ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ജില്ലാ പഞ്ചായത്തിന്റെയും കോർപ്പറേഷന്റെയും മുനിസിപ്പാലിറ്റിയുമകത്താണ് ഐക്യ ജനാധിപത്യ മുന്നണി മത്സരിച്ചതെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയ ഗ്രൗണ്ടിനകത്ത് ഗോളടിച്ച് വിജയിച്ചത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് എന്നതാണ് ഈ തിരഞ്ഞെടുപ്പിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. നോക്കൂ, നിങ്ങൾ ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിലെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ഇത്ര വലിയ വിജയം കേരളത്തിൽ മുസ്ലിം ലീഗ് പാർട്ടിക്കോ ഐക്യ ജനാധിപത്യ മുന്നണിക്കോ ഉണ്ടായിട്ടില്ല. നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്താണ്? ഈ തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെട്ട സംഘടന അത് മുസ്ലിം ലീഗ് പാർട്ടിയായിരുന്നു. നിങ്ങൾക്കറിയാം, തിരഞ്ഞെടുപ്പിന്റെ ഓരോ ഘട്ടത്തിലും CPM-കാരൻ ആക്രമിച്ചത് മുസ്ലിം ലീഗ് പാർട്ടിയായിരുന്നു. കോഴിക്കോട് ജില്ലയിലാണല്ലോ നമ്മളുള്ളത്. നിങ്ങൾക്കറിയാം, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംഘടനയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുസ്ലിം ലീഗിനെതിരെ വർഗീയതയുടെ ചാപ്പകുത്താൻ ഇവർ ശ്രമിച്ചു. 78 വർഷമായി കേരളത്തിന്റെ തെരുവുകളിൽ നിരന്തരമായി പ്രവർത്തിക്കുകയും ജനാധിപത്യത്തിൽ സക്രിയമായി ഇടപെടുകയും ചെയ്ത ഒരു പാർട്ടി, എന്റെയും നിങ്ങളുടെയും ജീവിതകാലത്ത് നമ്മൾ ചേർത്ത് വെച്ച ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തെ തീവ്രവാദത്തിന്റെ ബ്രാൻഡ് നൽകാൻ വേണ്ടി ഇവർ ശ്രമിക്കുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് പറഞ്ഞ് നമുക്കെതിരെ തീവ്രവാദത്തിന്റെ ബാൻഡ് ഒട്ടിക്കാൻ ഇവർ ശ്രമിക്കുന്ന ഘട്ടത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടത്, ഈ തിരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമി എവിടെയെങ്കിലും മത്സരിച്ചിരുന്നോ? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പേര് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ എവിടെയും മത്സരിച്ചതായി നമ്മൾ കണ്ടിട്ടില്ല. അവരുടെ രാഷ്ട്രീയ സംഘടനയായ വെൽഫെയർ പാർട്ടി മത്സരിച്ചിരുന്നു. എന്നിട്ടും തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായി ചേർന്നുകൊണ്ട് എന്ന പ്രയോഗം ഇവിടുത്തെ ഇടതുപക്ഷ സുഹൃത്തുക്കൾ എന്തിനു നടത്തിയതാണ് എന്നത് ആരോഗ്യകരമായ ഗൗരവകരമായ ഒരു ചിന്ത എന്നിലും നിങ്ങളിലും ഉണ്ടാക്കണം. ഒരു തിരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ മത്സരിക്കുന്ന പാർട്ടിയുടെ പേര് വെൽഫെയർ പാർട്ടി എന്നായിരിക്കെ ആ പാർട്ടിയുടെ പേര് പറയാതെ ജമാഅത്തെ ഇസ്ലാമി എന്ന പേര് പറയാൻ സഖാക്കളെ താല്പര്യപ്പെടുത്തിയത് എന്താണ്? അതിൽ ഇസ്ലാമി എന്നൊരു പേരുണ്ട് എന്നതാണ്. അവിടെ മുസ്ലിം നാമം അവിടെ ഉണ്ട്. അതിനെ ഉയർത്തി കാണിച്ചാൽ കേരളത്തിൽ വോട്ടിന് വിഭജനമുണ്ടാകും. അതുവഴി ഞങ്ങൾക്ക് ജയിച്ചു വരാം എന്നാണ് നിങ്ങൾ കരുതിയതെങ്കിൽ ഞാനൊരു കാര്യം അടിപറയിട്ട് പറയട്ടെ. ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ രണഭൂമികളിൽ അടയാളപ്പെടുത്തിയ ഒരു പ്രസ്ഥാനമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് അഭിമാനത്തോടു കൂടി പറയുന്നു. ഒരുപക്ഷെ ഇന്ന് വളർന്നു വന്ന ഏതെങ്കിലും ഒരു CPM-കാരന്റെ ചാപ്പകുത്തലുകൾക്ക് പകർന്നു പോകുന്ന പ്രസ്ഥാനമല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് സഖാക്കൾ തിരിച്ചറിയണമായിരുന്നു. നിങ്ങൾക്ക് അത് തിരിച്ചറിയാൻ കഴിയാതെ പോയതിന് നിങ്ങൾക്ക് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നിങ്ങൾക്കൊരു ഓർമ്മപ്പെടുത്തലാണ് എന്ന് പറയാൻ ഈ അവസരത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണ്. നിങ്ങൾ നോക്കൂ, ജമാഅത്തെ ഇസ്ലാമിയുടെ പേര് പറഞ്ഞതുപോലെ മലപ്പുറം ജില്ല, ഞാൻ വരുന്നത് മലപ്പുറത്തിൽ നിന്നാണ്. എന്താ മലപ്പുറം ജില്ലയുടെ പ്രത്യേകത? കോട്ടയം ജില്ലയിൽ ക്രൈസ്തവ സമൂഹം എങ്ങനെയാണ് ഭൂരിപക്ഷമുള്ളത്, കേരളത്തിന്റെ പത്തനംതിട്ട ജില്ലയിൽ ഹൈന്ദവ സമൂഹം എങ്ങനെയാണ് ഭൂരിപക്ഷമുള്ളത് എന്ന പോലെ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ മുസ്ലിം പോപ്പുലേഷൻ കൂടുതലാണ്. അതിനപ്പുറത്തേക്ക് മലപ്പുറത്തിന് മറ്റൊരു പ്രത്യേകതയും കേരളത്തിലെ മറ്റൊരു ജില്ലയിൽ നിന്നും കണക്ക് പ്രകാരമില്ല. എന്നിട്ടും മലപ്പുറം ജില്ലയുടെ പേര് പറഞ്ഞ് വർഗീയമായ ചാപ്പകുത്തലുകൾ ഈ തിരഞ്ഞെടുപ്പുകൾക്ക് മുമ്പേ ഉണ്ടായി. നിങ്ങൾ ഓർക്കുന്നില്ലേ? മലപ്പുറം ജില്ലയിൽ ഒരു തിരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപ് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ നമ്മൾ മറന്നുപോയിട്ടില്ല. ആ മലപ്പുറം ജില്ല പ്രതികരിച്ചത് നിങ്ങൾക്കറിയാം. കേരളത്തിൽ ഏറ്റവും വലിയ ജില്ലയായ മലപ്പുറം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ലയായ മലപ്പുറം ജില്ല, ആ മലപ്പുറം ജില്ലയിൽ ജില്ലാ പഞ്ചായത്തിന് 33 അംഗങ്ങൾ ഉണ്ടായതെങ്കിൽ അത് 33 തൂത്തുവാരിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി മലപ്പുറത്തിന്റെ പാരമ്പര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുമ്പിൽ കാണിച്ചത്. എത്ര മനോഹരമായാണ് നമ്മൾ അടയാളപ്പെടുത്തിയത്. നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. പ്രിയപ്പെട്ട KK നവാസ് സാഹിബിന് നിങ്ങൾ ആദരം നൽകുമ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത് അതൊരു ചരിത്രത്തിന്റെ ഭാഗമാണ്. ഏതാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്? ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ഒരു ഘട്ടത്തിലും കാലുകുത്താൻ അനുവദിക്കാതിരുന്ന ഒരു ജില്ലാ പഞ്ചായത്ത്. കേരളത്തിലെ കണ്ണൂർ ജില്ലാ പഞ്ചായത്തിലേക്ക് പോലെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഇടതുപക്ഷ സുഹൃത്തുക്കളല്ലാതെ മറ്റൊരാളും ഭരിച്ചിട്ടില്ലാത്ത കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത്. കോഴിക്കോട് നിയമസഭയിൽ 2 നിയമസഭാ മണ്ഡലങ്ങൾക്ക് അപ്പുറത്തേക്ക് മറ്റൊരു മണ്ഡലവും നമ്മുടെ കയ്യിലില്ലാത്ത ഒരു കാലത്ത്
ഈ പറയുന്ന കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ അകത്തളങ്ങളിലേക്ക് നാദാപുരത്തിൽ നിന്നൊരു ചെറുപ്പക്കാരൻ ചെന്നിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പതാക പിടിച്ച് ഞാൻ ഈ ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആണ് എന്ന് പറയുന്ന മനോഹരമായ ഒരു കാഴ്ചക്ക് ഈ ജില്ലാ പഞ്ചായത്ത് സാക്ഷ്യം വഹിച്ചെങ്കിൽ അടിവരയിട്ട് പറയുന്നു, ഭാവി കാലം അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുള്ളതാണ് എന്ന് അടയാളപ്പെടുത്തിയതാണ് KK നവാസിലൂടെ കോഴിക്കോട് ജില്ല. അത് നവാസിലൂടെ നമ്മൾ അടയാളപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഈ ജില്ലയുടെ ഭാവി എന്ത് എന്ന് ആർക്കെങ്കിലും ആശങ്കയുണ്ടെങ്കിൽ, ആരെങ്കിലും വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഈ ജില്ലയിൽ നിന്ന് തൂത്തുവാരി പോകാമെന്ന് കിനാവ് കണ്ടെങ്കിൽ സകല കിനാവുകളെയും തള്ളി തകർത്ത് ഞാൻ നിൽക്കുന്ന നാദാപുരം ഉൾപ്പെടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ വിജയക്കൊടി പാറുന്ന മണ്ഡലമായിരിക്കുമെന്ന് തെളിയിക്കപ്പെട്ട ഒരു തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം. നമ്മൾ അതിന്റെ ആഹ്ലാദത്തിൽ മാത്രമല്ല. നോക്കൂ, എന്റെയും നിങ്ങളുടെയും പ്രിയപ്പെട്ട അധ്യക്ഷൻ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മലപ്പുറം ജില്ലയിലെ പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും ബ്ലോക്കിലെയും ജില്ലാ പഞ്ചായത്തിലെയും അംഗങ്ങൾക്ക് സ്വീകരണം കൊടുക്കുന്ന മഹാസമ്മേളനം, ഒരു വേദി നിറയെ പഞ്ചായത്ത് അംഗങ്ങൾ, 1000-ൽ പരം അംഗങ്ങൾ ഒരുമിച്ചിരിക്കുകയാണ്. അവിടെ വെച്ച് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ 2 സ്റ്റേറ്റ്മെന്റുകളാണ്, ഏറ്റവും മനോഹരമായ 2 സ്റ്റേറ്റ്മെന്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, മലപ്പുറം ജില്ലയിൽ നിരവധി പഞ്ചായത്തുകൾ പ്രതിപക്ഷമില്ലാതെ ഭരിക്കുന്നു. കേരളത്തിൽ നിരവധി ഇടങ്ങളിൽ പ്രതിപക്ഷമില്ലാതെ ഭരിക്കുന്നു. നിങ്ങളുടെ പഞ്ചായത്തിൽ പോലും ഒരംഗം മാത്രമാണ് അപ്പുറത്തുള്ളത്. ബാക്കി മുഴുവൻ അംഗങ്ങളും ഈ ഇടതുപക്ഷത്തിന് എതിർ നിൽക്കുന്ന UDF-മായി സഹകരിക്കുന്ന അംഗങ്ങൾ നിൽക്കുന്ന പഞ്ചായത്തായി നിൽക്കുന്നു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് 33 UDF-ആയി നിൽക്കുന്നു. അത്തരമൊരു ഘട്ടത്തിൽ പാർട്ടിയുടെ അധ്യക്ഷന്റെ ഒരു പ്രസംഗമാണ്. എത്ര മനോഹരമായാണ് തങ്ങൾ പ്രസംഗിച്ചത്. ഇത്ര മനോഹരമായി സംസാരിച്ച മറ്റേത് നേതാവുണ്ട് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത്? അദ്ദേഹം പറഞ്ഞത് അത് ചെക്കിയാട്ടുകാർക്കും ഇവിടെയുള്ള പ്രിയപ്പെട്ട നമ്മുടെ മെമ്പർമാർക്ക് എല്ലാവർക്കും അത് ബാധകമാണ്. പാർട്ടിയുടെ അധ്യക്ഷൻ പറഞ്ഞത്, പ്രതിപക്ഷമില്ലാത്ത പഞ്ചായത്തുകൾ, പ്രതിപക്ഷമില്ലാത്ത ബ്ലോക്കുകൾ, പ്രതിപക്ഷമില്ലാത്ത ജില്ലാ പഞ്ചായത്തുകൾ എന്ന് നിങ്ങൾ ധരിക്കരുത്. എന്താണ് പ്രതിപക്ഷത്തിന്റെ ദൗത്യം? തെറ്റ് ചൂണ്ടിക്കാണിക്കുക എന്നതാണ്, നിങ്ങൾക്ക് ദിശ കാണിക്കുക എന്നതാണ്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തെറ്റുണ്ടെങ്കിൽ അരുതെന്ന് പറയാൻ ഒരു ശബ്ദമുണ്ടാവുക എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ദൗത്യം. പ്രിയപ്പെട്ട സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അഭിമാനത്തോടു കൂടി പറഞ്ഞു, പാർട്ടിക്ക് മൃഗീയ ഭൂരിപക്ഷം നൽകിയിട്ടുള്ള പഞ്ചായത്തുകളിലെ പ്രതിപക്ഷം ആരെന്ന് ചോദിച്ചാൽ പാർട്ടിയുടെ കമ്മിറ്റികൾ അവിടെ ഒരു സ്വയം പ്രതിപക്ഷമായി പ്രവർത്തിക്കും എന്ന് പറയാൻ ആർജവം കാണിച്ച നേതാവിന്റെ പേരാണ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഈ കണ്ണൂർ ജില്ലയിൽ നിങ്ങളുടെ വടകര താലൂക്കിൽ എത്ര ഇടങ്ങളിൽ വർഷങ്ങളായി പ്രതിപക്ഷമില്ലാതെ CPM ഭരിക്കുന്നു? പ്രതിപക്ഷമില്ലാതെ CPM ഭരിക്കുന്നു. മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ വീടക്രമിച്ച് നോമിനേഷൻ പിൻവലിപ്പിച്ച് വോട്ട് ചെയ്യാൻ ഞങ്ങളുടെ ഏരിയയിലേക്ക് വരരുത് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി അങ്ങനെ ഉണ്ടാക്കിയ പഞ്ചായത്ത് അംഗങ്ങൾ നിങ്ങൾക്കുള്ളപ്പോ ഇങ്ങനെ ഒരു ശബ്ദം ഇടതുപക്ഷക്കാരന്റെ നേതാക്കന്മാരിൽ നിന്ന് ആരെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നോ? അങ്ങനെ ഒന്ന് കേട്ടത് കേരളത്തിന് പരിചിതമുണ്ടോ? പരിചിതമില്ല. മുസ്ലിം ലീഗിന്റെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അതാണ്. നോക്കൂ നിങ്ങൾ, മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് 33-ൽ 20 അംഗങ്ങൾ മുസ്ലിം ലീഗുകാരാണ്, 23 പേർ മുസ്ലിം ലീഗുകാരാണ്. 23 മുസ്ലിം ലീഗിന്റെ അംഗങ്ങളുള്ളപ്പോ അതിൽ പകുതിയോളം വനിതാ ലീഗിന്റെ പ്രവർത്തകരുണ്ട്. MSFന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ നിരവധി ആളുകളുണ്ട്. ആരാണ് പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ആകേണ്ടത്? ആ ചർച്ചയ്ക്ക് വേണ്ടി ദിവസങ്ങൾ സമയമെടുത്തില്ല, മണിക്കൂറുകൾ സമയമെടുത്തില്ല. ആര് പ്രസിഡന്റ് ആകണം എന്ന് തീരുമാനിക്കാൻ എടുത്ത സമയം പോലും ആര് വൈസ് പ്രസിഡന്റ് ആകണം എന്ന് തീരുമാനിക്കാൻ ലീഗ് പാർട്ടിക്ക് സമയമെടുത്തില്ല. AP സ്മിജി ഉണ്ണിയേട്ടന്റെ മകളാണ്, അവൾ വൈസ് പ്രസിഡന്റ് ആകട്ടെ എന്ന് തങ്ങളുടെ പ്രഖ്യാപനം മനോഹരമായി അഭിമന്യായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ചു. ആരാണ് മലപ്പുറം ജില്ല പോലെ ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള ജില്ല, ആ ജില്ലയുടെ ഉപാധ്യക്ഷ ആരാകണമെന്ന് ചോദിച്ചപ്പോ 2 തവണ ആലോചിക്കാതെ ഞങ്ങൾ പറഞ്ഞ ഉത്തരം അത് സ്മിജിയാവട്ടെ എന്ന് അഭിമന്യനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിക്കുമ്പോ ഇവിടുത്തെ ഇടതുപക്ഷത്തിന്റെ സുഹൃത്തുക്കൾ പറയാൻ ഇതൊരു മഹാത്ഭുതമാണ്, ഇതൊരു ഭയങ്കര സംഭവമാണ്. അതുകൊണ്ട് ലീഗിനെ ഞങ്ങൾ അഭിനന്ദിക്കുന്നു, ലീഗിനെ ഞങ്ങൾ ചേർത്ത് വെക്കുന്നു, വിയോജിപ്പോടുകൂടി ലീഗിന് പിന്തുണ എന്ന് പറയുന്ന ഞങ്ങളെ ഉപദേശികളോട് ഞങ്ങൾ പറയുന്നത് ഇത് മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിലെ അവസാനത്തെയോ ആദ്യത്തെയോ തീരുമാനമല്ല. രാജ്യത്തിന്റെ ഭരണഘടന നിർമ്മിക്കപ്പെടുന്ന ഘട്ടത്തിൽ രാജ്യത്തിന്റെ ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ഡോക്ടർ BR അംബേദ്കർ ആദ്യം മത്സരിച്ചു പരാജയപ്പെട്ടു, രണ്ടാമത് മത്സരിച്ചു പരാജയപ്പെട്ടു. ഇന്ത്യ എന്ന് പറയുന്ന പ്രവിശാലമായ ഒരു രാജ്യത്തിനകത്ത് രാജ്യത്തെ പ്രഗത്ഭനായ ഒരു നേതാവ് ഡോക്ടർ BR അംബേദ്കറിനെ പോലെ ഒരു പിന്നോക്കക്കാരൻ 2 തവണ പരാജയപ്പെടുമ്പോ നിർത്തിയ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയിലേക്ക് ഡോക്ടർ BR അംബേദ്കറിനെ പറഞ്ഞയച്ച പാരമ്പര്യത്തിന്റെ പേരാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയം എന്ന് തിരിച്ചറിയാൻ ഞങ്ങളുടെ ഉപദേശികൾ തയ്യാറാകണം.
അവിടെ മാത്രമാണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. സ്മിജിയെ നമ്മൾ വൈസ് പ്രസിഡന്റ് ആകുമ്പോ വലിയ ആഘോഷങ്ങൾ പറഞ്ഞ് നമ്മൾ അഭിനന്ദിക്കാൻ വരുന്നവർ അവസാനം ഒരു ഉപദേശമാണ്. എന്താ ഉപദേശം? ഇത്തരം തീരുമാനങ്ങളുമായി ലീഗ് മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹമെന്ന് ഇടതുപക്ഷ സുഹൃത്തുക്കൾ പോലും പറയുമ്പോ ഞങ്ങൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ പാർട്ടി ഓഫീസിലെ ഉപദേശത്തിന്റെ വാറോല കേട്ടല്ല ഞങ്ങളുടെ പ്രിയങ്കരനായ നേതാവ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. ഞങ്ങളുടെ പാരമ്പര്യമാണത്. നിങ്ങൾക്ക് അറിയുമോ? വേങ്ങര പഞ്ചായത്ത് ഏതോ വേങ്ങര പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഞ്ചായത്താണ്. തറവാടിമാരുള്ള വലിയ പഞ്ചായത്ത്, അതിസമ്പന്നന്മാരുള്ള പഞ്ചായത്ത്, വലിയ രാഷ്ട്രീയ തമ്പുരാക്കന്മാരുണ്ടായിരുന്ന പഞ്ചായത്ത്. ആ പഞ്ചായത്തിൽ രാമൻ എന്ന് പറയുന്ന മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർ ഹൃദയത്തിൽ സ്നേഹിച്ച മുസ്ലിം ലീഗിന്റെ നേതാവ് MK ഹാജിയുടെ സഹായത്തോടു കൂടി തിരൂരങ്ങാടി യത്തീംഖാനയിൽ വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ വാർഡ് മെമ്പറാക്കാൻ ലീഗ് തീരുമാനിച്ചു. ഇന്ന് റിസർവേഷൻ ഉണ്ടല്ലോ, അന്ന് പിന്നോക്കക്കാരന് റിസർവേഷൻ ഇല്ല. റിസർവേഷൻ ഇല്ലാത്ത കാലത്ത് നമ്മൾ തീരുമാനിച്ചു ആരാണ് വേങ്ങര പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആകേണ്ടത്. വലിയ ചർച്ച നടക്കുകയാണ്. തറവാട്ട് കുലം പറയുന്നവരുണ്ട്, സമ്പന്നതയുടെ പളപളപ്പുള്ളവരുണ്ട്, രാഷ്ട്രീയ തമ്പുരാക്കന്മാരുണ്ട്. പക്ഷേ ഇന്ന് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇരിക്കുന്ന ആ കസാരയിൽ നിന്ന് ഒരു ശബ്ദം ഉയർന്നു വന്നു. ആ ശബ്ദം ഏതായിരുന്നു? അഭിമന്യനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളാണ് അന്ന് ആ കസാരയിൽ ഇരിക്കുന്നത്. ശിഹാബ് തങ്ങൾ പറഞ്ഞു, വേങ്ങര പോലത്തെ ഒരു പഞ്ചായത്ത്, സമ്പന്നർ, പാർട്ടി നേതാക്കന്മാർ, ഞാൻ നേരത്തെ പറഞ്ഞ തറവാട് കനമുള്ളവർ, എല്ലാവർക്കും ഇടയിൽ പതിഞ്ഞ ശബ്ദത്തിൽ ഇന്ന് സ്മിതിയെ പ്രഖ്യാപിച്ചതുപോലെ പാണക്കാട്ട് അന്നത്തെ വലിയ തങ്ങൾ പ്രഖ്യാപിച്ചു ആരാണ് വേങ്ങര പോലെ ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആകേണ്ടത് എന്ന് നിങ്ങൾ ചർച്ച ചെയ്യുമെങ്കിൽ അത് രാമനാകട്ടെ എന്ന് പറഞ്ഞ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന അഭിമാനത്തോടു കൂടി നമ്മൾ പറയുകയാണ്. ഞങ്ങൾ ഇത് ആദ്യത്തേതല്ല, ഞങ്ങൾക്കിത് അവസാനത്തേതുമല്ല, ഞങ്ങൾക്കിത് അവസാനത്തേതുമല്ല. ആരാ PSC മെമ്പർമാർ എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. കേരളത്തിലെ മന്ത്രിമാർ 21 22 പേരുണ്ടാകും. പക്ഷെ PSC അംഗങ്ങൾ അതിലും താഴെയുണ്ടാകൂ. കേരളത്തിലെ MLA മാർ 140 പേരുണ്ടാകും. പക്ഷെ PSC അംഗങ്ങൾ അതിലും താഴെയുണ്ടാകൂ. കേരളത്തിലെ MP മാർ 20 പേരുണ്ടാകും. എന്നാൽ PSC അംഗങ്ങൾ അതിലും കുറവേ ഉണ്ടാകൂ. അത്രമേൽ കുറഞ്ഞ ഒരു പോസ്റ്റ് എന്ന് മാത്രമാണോ? നിങ്ങൾ നോക്ക്, PSC അംഗങ്ങളുടെ റാങ്ക് എടുത്ത് പരിശോധിക്ക്. ഒരു പക്ഷേ ഇവിടെ ഒരു MLA-യും ഒരു PSC മെമ്പർ വന്നാൽ തത്തുല്യമാകുന്ന രൂപത്തിലേക്ക് പരിഗണന കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദവി, ആ പദവിയിലേക്കും സ്മിജിയെ കൊണ്ടുവന്നതുപോലെ ഒരു ഇതര സമുദായത്തിലെ ഒരു അംഗത്തെ പറഞ്ഞയച്ച രാഷ്ട്രീയത്തിന്റെ പേരാ ലീഗ്. നമുക്കൊരു പുതിയ ഉപദേശമാണ്. നിങ്ങൾ ഇതൊക്കെ തുടരണേ എന്ന് ഉപദേശിക്കുന്നവരോട് ഞങ്ങൾ പറയുന്നത്, നിങ്ങളെ സ്നേഹത്തോടു കൂടി ഉപദേശം 4 ആയി മടക്കി നിങ്ങളുടെ പോക്കറ്റിൽ വെച്ചാൽ മതി എന്ന് അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളൂ. നമ്മൾ അങ്ങനെ സംഘടനാ പ്രവർത്തനം നടത്തിയവരാണ്. നോക്കൂ, ഇപ്പോ CPM-ന്റെ പ്രധാനപ്പെട്ട പണി എന്താണ്? പരാജയത്തിന്റെ കാരണം തരികയാണ്. എന്തുകൊണ്ടാണ് തോറ്റത്? ഇത്ര വലിയ പരാജയം ഉണ്ടായിട്ട്, കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഇത്ര വലിയ പരാജയം ഉണ്ടായിട്ട് തോറ്റതിന്റെ കാരണം കണ്ടെത്താൻ കഴിയാത്ത ഏക പാർട്ടിയുടെ പേര് CPM എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്തുകൊണ്ടാണ് തോറ്റത്? അതിന്റെ ഉത്തരം സഖാക്കൾക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ആദ്യ ദിവസം MM മണി പറഞ്ഞു പെൻഷനൊക്കെ വാങ്ങി വെട്ടി വിഴുങ്ങിയിട്ട് ഞങ്ങൾക്കെതിരെ വോട്ട് ചെയ്തതാണ്. ആദ്യം പറഞ്ഞ അതാണ്. രണ്ടാമത്തെ ദിവസം പറഞ്ഞു ഞങ്ങൾ പാർട്ടി കമ്മിറ്റി കൂടി ചർച്ച ചെയ്യും. എന്താണ് ഈ തോൽവിയുടെ കാരണം? അത് പാർട്ടി കമ്മിറ്റി കൂടി ചർച്ച ചെയ്യും. പാർട്ടി കമ്മിറ്റി കൂടി ചർച്ച ചെയ്തു. പാർട്ടി സെക്രട്ടറി പത്രസമ്മേളനം നടത്തി. പാർട്ടി സെക്രട്ടറി പത്രക്കാർ ചോദിച്ചു, ശബരിമല തോൽവിക്ക് കാരണമായോ? പാർട്ടി സെക്രട്ടറി പറയും, അങ്ങനെ ഒരു വിഷയം ഉണ്ടായിട്ടില്ല, അത് ഞങ്ങൾ തോൽവിയുടെ കാരണമല്ല. അപ്പൊ രണ്ടാമത് വീണ്ടും ചോദിച്ചു, പിന്നെ സർക്കാരിന്റെ ഭരണവിരുദ്ധ അത് പരാജയത്തിന് കാരണമായോ? സർക്കാരിന് അങ്ങനെ ഒരു പരാജയം ഉണ്ടായിട്ടില്ല. ആ പത്രക്കാർ ചോദിച്ചു, പിന്നെന്താ തോൽക്കാൻ കാരണം? ഞങ്ങളത് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാ പറഞ്ഞത്. തോറ്റതിന്റെ കാരണം മനസ്സിലായി. ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു പാർട്ടി, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു പാർട്ടി ഇത്ര വലിയ പരാജയം ഉണ്ടായതിന്റെ കാരണമായിട്ട് തോറ്റതിന് ശേഷം ഒരു കാരണം പറഞ്ഞു, ഒരു ആക്ഷനും എടുത്തു. എന്താ കാരണം? പോറ്റിപ്പാട്ടാണ് ഞങ്ങൾ തോൽക്കാനുള്ള കാരണം എന്നാ ഇവര് പറഞ്ഞത്. എന്നിട്ടോ ആ പാട്ടിനെതിരെ കേസെടുത്തു. ലോകത്ത് ഇങ്ങനെ ഒരു FIR ലോകത്തുണ്ടാവില്ല. ഒരു പാട്ട് പാടിയതിന് പാട്ടിനെതിരെ FIR. അപ്പൊ നമുക്ക് തോന്നുന്നു ഇത് സഖാവ് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയപ്പോ ഒരു വലിയ വിഡ്ഢിത്തം ചെയ്യാണെന്നാണോ? അല്ല, ഇതിനു മുമ്പ് ഇതേ പണി എടുത്തിട്ടുണ്ട്. നമ്മുടെ മൈക്ക് ഓപ്പറേറ്റർമാരൊക്കെ ഇവിടെ ഇരിക്കുകയാണ്. അവർക്കറിയാം, മൈക്ക് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഒരു പ്രതിഷേധക്കുറിപ്പ് ഇറക്കി 1.5 കൊല്ലം മുമ്പേ. എന്താ കാര്യം എന്നറിയോ? പിണറായി വിജയൻ എങ്ങനെ പ്രസംഗിക്കുമ്പോ ആംപ്ലിഫയർ അടിച്ചുപോയി. ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. ആംപ്ലിഫയർ അടിച്ചുപോയി ആർക്കും എന്ത് ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ആംപ്ലിഫയറിനെതിരെ FIR ഇട്ട ഗവൺമെന്റിന്റെ പേരാണ് പിണറായി വിജയൻ സർക്കാർ എന്ന് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ ഇരിക്കുന്ന മൈക്ക് ഓപ്പറേറ്ററോട് ചോദിച്ചാൽ മതി. അവരുടെ അസോസിയേഷൻ പത്രക്കുറിപ്പ് ഇറക്കി. ഞങ്ങൾ എന്ത് ചെയ്യാനാണ്?
ആംപ്ലിഫയർ അടിച്ചു പോയതിന് ആംപ്ലിഫയറിനെതിരെ FIR. എന്നിട്ട് ആ മൈക്രോ ഓപ്പറേറ്റർ സ്റ്റേഷനിലേക്ക് വന്നിട്ട് വരും. ഒരു ആംപ്ലിഫയർ തലയിലൊക്കെ വെച്ചിട്ട് അപ്പൊ പോലീസ് പത്രക്കാർ ചോദിക്കുന്നത് എന്താണ്? ആംപ്ലിഫയറിനെ കൊണ്ടുവന്നാണ് എന്നോട് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. ആംപ്ലിഫയറിനെ പോലീസ് സ്റ്റേഷനിൽ സബ്മിറ്റ് ചെയ്തു. ഇങ്ങനെ ആംപ്ലിഫയറിനെതിരെ FIR ഇട്ടു. ഇങ്ങനെ വിഡ്ഢിയായ ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് കേരളം മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ നോക്കൂ, ഇപ്പൊ ഇവരെ പറഞ്ഞെന്നറിയോ? പോറ്റിപ്പാട്ട് സ്വർണം കട്ടത് ആരപ്പ? സഖാക്കളാണ് അയ്യപ്പ. ഇങ്ങനെ പറഞ്ഞത് വലിയ ദ്രോഹാണ്. ഇവിടുത്തെ ഹൈന്ദവ സുഹൃത്തുക്കളുടെ ഹൃദയത്തിന് മുറിവേറ്റു, അതിന് വലിയ വേദന ഉണ്ടായി. ഇവര് പറയണ കേട്ടയായിരിക്കും ഭയങ്കര പ്രശ്നമാണ്. എത്ര കോടി രൂപയാ ശബരിമലയിൽ നിന്ന് കട്ടതെന്നറിയോ? 500 കോടി രൂപയുടെ സ്വർണ്ണ കട്ടത്. 500 കോടി രൂപയുടെ സ്വർണം കട്ടതിനാണോ ഇവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളുടെ ഹൃദയം വേദനിക്കേണ്ടത്? അതോ സ്വർണം കട്ടത് സഖാക്കളാണ് എന്ന് പറയുന്ന പാട്ട് പാടുന്നതിനാണോ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഇടതുപക്ഷ സുഹൃത്തുക്കളോട് ഒരു കാര്യം പറയാം. പാട്ടുപാടിയതിന്റെ പേരിൽ ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികളുടെ ഹൃദയത്തിന് മുറിവേറ്റു എന്ന് നിങ്ങൾ ആരെങ്കിലും കരുതുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. രഹന ഫാത്തിമ എന്ന് പറയുന്ന മുസ്ലിം നാമധാരിയായ ഒരു ചെറുപ്പക്കാരിയെ ഇവിടുത്തെ സഖാക്കളുടെ സംരക്ഷണയിൽ ശബരിമലയുടെ 18ാം പടി കയറ്റി നിങ്ങൾ കൊണ്ടുപോകുമ്പോ, സഖാക്കൾ മ്യൂസിക് ഇട്ട് ആഘോഷിക്കുമ്പോ ഹൃദയം വേദനിച്ച ഒരു വിശ്വാസി സമൂഹം ഈ കേരളത്തിന് തെരുവിലുണ്ടായിരുന്നു. അവർക്ക് മുറിവേറ്റ കാലമായിരുന്നു രഹന ഫാത്തിമയെ നിങ്ങൾ ആഘോഷിച്ച കാലം. അത് നിങ്ങൾ മറന്നുപോയി. അവിടെ മാത്രമാണോ രഹന ഫാത്തിമയും ബിന്ദു അമ്മിണിയും ഈ 18ാം പടി കയറിയ ചിത്രം ലോകത്തെല്ലാ മാധ്യമങ്ങളും പ്രദർശിപ്പിക്കപ്പെട്ടപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് പത്രക്കാർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്: വിപ്ലവം സാധ്യമായോ? പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി മാധ്യമങ്ങളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലേ, അവര് മല കയറിയല്ലോ, ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് പൊട്ടിച്ചിരിച്ച പിണറായി വിജയനോട് ഞങ്ങൾ പറയുന്നത്, ആ പെൺകുട്ടികൾ ശബരിമല കയറിയപ്പോ പൊട്ടിച്ചിരിച്ചത് പിണറായി വിജയനും വേദനിച്ചത് ഹൈന്ദവ സഹോദരങ്ങളുടെ ഹൃദയങ്ങളുമായിരുന്നു എന്ന് നിങ്ങൾ ഓർക്കാൻ മറന്നുപോയതാണ് എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. അവിടെയുമാണോ നിങ്ങൾക്ക് ഓർമ്മയിലെ നാദാപുരത്തിന്റെ തെരുവിൽ, എന്റെ മലപ്പുറത്തിന്റെ തെരുവിൽ പർദ്ദയിട്ട പെണ്ണുങ്ങളെ തെരുവിൽ ഇങ്ങനെ വരിവരിക്ക് നിർത്തി? എന്തിന്റെ പേരിലാണ് അവർ പറഞ്ഞത്? ശബരിമലയുടെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഒരു മതിൽ തീർക്കുകയാണ്, വനിതാ മതിൽ. പർദ്ദയിട്ട പ്രിയപ്പെട്ട സഹോദരിമാരെ അവർ വഴിയിൽ കൊണ്ടു നിർത്തിയിട്ട് ഒരു ചുവന്ന കൊടി കൊടുത്തിട്ട് BGM ഇട്ട് പാട്ടിട്ട് ആഘോഷിച്ചു. ഹൈന്ദവ സഹോദരങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട്, അവിടെ വിശ്വാസങ്ങളെ തകർക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനം ഒരു ഗവൺമെന്റ് എടുത്തിട്ട് അതിന്റെ PR എക്സസൈസിന് വേണ്ടിയിട്ട് പർദ്ദയിട്ട മുസ്ലിം സഹോദരിമാരെ ഈ തെരുവിലേക്ക് ഇറക്കി ചുവന്ന കൊടി കൊടുത്ത് അത് ആഘോഷിക്കപ്പെടുമ്പോ വേദനിച്ച ഹൃദയങ്ങൾ ഉണ്ടായിരുന്നു ഈ നാട്ടിൽ. അതിവിടുത്തെ ഹൈന്ദവ സഹോദരങ്ങളാണ്. അവരുടെ ഹൃദയത്തിന് മുറിവേറ്റത് അന്നാണ്. നിങ്ങളത് തിരിച്ചറിഞ്ഞില്ല. അയ്യപ്പന്റെ ചിത്രം തലകീഴായി വെച്ച് ആർത്തവരക്തത്തിന്റെ തുള്ളികൾ കൊണ്ട് ചിത്രങ്ങൾ വരച്ച് കേരളത്തിന്റെ കലാലയത്തിന്റെ ചുവരുകളിൽ SFI എന്ന് പറയുന്ന ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടന ആ ചിത്രങ്ങൾ നിറച്ചു വെച്ചപ്പോ നിങ്ങൾക്ക് വേദനിച്ചില്ല, നിങ്ങൾക്ക് ഹൃദയങ്ങൾ നൊന്തില്ല, നിങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പക്ഷേ കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന്റെ ഹൃദയം വേദനിച്ചു. ഹിന്ദു സമൂഹത്തിന്റെ മാത്രമല്ല, കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന്റെ നെഞ്ചകത്തിൽ പിടച്ചിലുണ്ടായി. ഒരു മതവിശ്വാസത്തെ ഇങ്ങനെ താറയടിക്കപ്പെടുമ്പോ, ഒരു സർക്കാർ തന്നെ സ്പോൺസർ ചെയ്ത് വിശ്വാസങ്ങളെ ഇങ്ങനെ ഇല്ലായ്മ ചെയ്യുമ്പോ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഒരു പ്രഖ്യാപനം നടത്തി. ഏറ്റവും സൗന്ദര്യമുള്ള ഒരു പ്രഖ്യാപനം. മുസ്ലിം ലീഗ് പറഞ്ഞു, ഞങ്ങൾ അയ്യപ്പ ഭക്തന്മാർക്കൊപ്പമാണ്, ഞങ്ങൾ അവരോടൊപ്പമാണെന്ന് പറയുക മാത്രമല്ല, കൊണ്ടോട്ടിയിലൂടെ കടന്നു പോകുന്ന അയ്യപ്പ ഭക്തന്മാരെ ചേർത്ത് വെച്ചുകൊണ്ട് അവരോട് പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ്. അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു കൊണ്ടോട്ടിയിൽ മുസ്ലിം ലീഗ്. അപ്പൊ ഒരു പ്രഖ്യാപനമാണ്. ലീഗ് ഇപ്പൊ മുസ്ലിം ലീഗ് ഒന്നും അല്ല, പിന്നെയോ അത് അയ്യപ്പ ലീഗാണ്. നമ്മളെ കുറിച്ച് പറഞ്ഞതാണ് ലീഗ് ഇപ്പോ അയ്യപ്പ ലീഗാണ് എന്ന് DYFI-കാരൻ പോസ്റ്റ് ഇറക്കി. ഞാൻ പ്രിയപ്പെട്ട മുസ്ലിം ലീഗുകാരെ, ശബരിമല ഒരു ചർച്ചാ വിഷയമായി വരുമ്പോ, ആ ചർച്ചാ വിഷയമായി ഇതിങ്ങനെ നിറഞ്ഞു നിൽക്കുമ്പോ ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കേരളത്തിലൊരു PWD മന്ത്രി ഉണ്ടായിരുന്നു, കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. കേരളത്തിലെ മന്ത്രിമാരിൽ ഒരു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ കുറിച്ച് ശബരിമല തന്ത്രിയും ഹൈന്ദവ വിശ്വാസി സമൂഹവും കോംപ്ലിമെന്റ് ആയി പറഞ്ഞു. അദ്ദേഹത്തിന് PWD വകുപ്പ് മാത്രമല്ല, പിന്നെയോ അദ്ദേഹത്തെ ദേവസ്വം മന്ത്രിയായി, ഞങ്ങളുടെ വിശ്വാസി സമൂഹത്തിന്റെ ഈ സമ്പത്തുകൾ സംരക്ഷിക്കുന്ന ദേവസ്വം മന്ത്രിയായി ഈ PWD മന്ത്രിക്ക് ആ വകുപ്പ് കൂടി കൊടുക്കണം എന്ന് പറഞ്ഞൊരു കേരളം ഉണ്ടായിരുന്നു ഇവിടെ. നിങ്ങൾക്കറിയുമോ, കേരളത്തിന്റെ കേരള ഹൈക്കോടതി, ആ ഹൈക്കോടതി പറഞ്ഞ ഒരു ഘട്ടത്തിൽ ഇതാ ഇവിടുത്തെ PWD മന്ത്രി ശബരിമല വിശ്വാസികൾക്ക് എന്തെല്ലാം സൗകര്യം ചെയ്യണമെന്ന് പറഞ്ഞോ അത് 100% പൂർത്തീകരിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയ്ക്ക് അഭിനന്ദിച്ചുകൊണ്ട് കേരളത്തിലെ ഹൈക്കോടതി ഒരു പ്രഖ്യാപനം നടത്തി.
ഏതാണ് മന്ത്രി എന്നറിയോ സഖാവേ? അഭിമാനത്തോടു കൂടി ഞങ്ങൾ പറയുന്നത്, ശബരിമല വിശ്വാസികൾക്ക് കടന്നു പോകാൻ, കാടുകളിലൂടെ കടന്നു പോകാൻ ഷോർട്ട് കട്ട് റോഡ് ഉണ്ടാക്കുമ്പോ ഇന്നും വിശ്വാസി സമൂഹം മാലയിട്ട് കറുത്ത മുണ്ടെടുത്ത് വിശ്വാസി സമൂഹം ശബരിമലയിലേക്ക് പോകുമ്പോ അവർ കടന്നു പോകുന്ന ഷോർട്ട് കട്ട് റോഡുണ്ട്. ആ റോഡിന് ഒരു മരം മുറിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് പലരും പ്രശ്നമുണ്ടാക്കിയപ്പോ ഒരു മരത്തിന് പകരം 10 മരം ഞങ്ങൾ നടാമെന്ന് പറഞ്ഞ് കേന്ദ്ര സർക്കാരിൽ നിന്ന് അനുമതി വാങ്ങി അങ്ങനെ ഒരു റോഡ് ഉണ്ടാക്കി. കേരളത്തിലെ വിശ്വാസി സമൂഹത്തിന്റെ അവരുടെ കടന്നുപോക്കുകൾക്ക് എളുപ്പമുണ്ടാക്കി. അവിടെ ഹൃദയത്തിൽ കുടിൽ കെട്ടിയ ഒരു നേതാവ് ഉണ്ടായിരുന്നുവെങ്കിൽ ആ നേതാവിന്റെ പേര് ഞങ്ങളുടെ CH-ന്റെ പുന്നാരപുത്രൻ ഡോക്ടർ MK മുനീറാണ് എന്ന് അഭിമാനത്തോടു കൂടി ഞങ്ങൾ പറയാൻ. അങ്ങനെ ഒരു കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞങ്ങൾ ആ വിശ്വാസി സമൂഹത്തെ അങ്ങനെയാ കണ്ടത്. കാരണം അവിടെ അയ്യപ്പനാണ് എന്ന് കരുതി, അവിടെ ഹൈന്ദവ വിശ്വാസി സമൂഹത്തിന്റെ ഒരു ഇടമാണെന്ന് കരുതി അവരെ മാറ്റി നിർത്തണം എന്ന് പറഞ്ഞ രാഷ്ട്രീയത്തിന്റെ പേരല്ല ലീഗ് എന്ന് പറയുന്നത്. അങ്ങനെ പറയുന്ന രാഷ്ട്രീയത്തിന്റെ പേരല്ല ലീഗ് എന്ന് പറയുന്നത്. ഞങ്ങൾ വിശ്വാസി സമൂഹത്തെ അങ്ങനെ ബഹുമാനത്തോടു കൂടി കാണുന്നവരാണ്. നിങ്ങൾക്കറിയുമോ 9.5 കൊല്ലമായി പിണറായി വിജയൻ കേരളം ഭരിക്കാൻ. 9.5 കൊല്ലമായി പിണറായി വിജയൻ കേരളം ഭരിക്കുന്നു. 4-5 മാസമാണ് ഇനി ഈ സർക്കാരിന്റെ കാലാവധി പൂർത്തീകരിക്കാനുള്ളത്. മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തുകയാണ്. ആ പത്രസമ്മേളനം നടത്തുമ്പോൾ എന്താ മുഖ്യമന്ത്രി പറയേണ്ടത്? തിരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിൽ 9.5 കൊല്ലം ഭരിച്ചൊരു മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തും പറയേണ്ടത് 9.5 കൊല്ലമായി ഞാൻ ഇന്ന് വികസനങ്ങൾ ഈ നാട്ടിൽ നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് പറയേണ്ട മുഖ്യമന്ത്രി 9.5 കൊല്ലം കഴിഞ്ഞ് പത്രസമ്മേളനം നടത്തി തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ പത്രസമ്മേളനം നടത്തിയിട്ട് പിണറായി വിജയൻ പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി ഈ തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ അവരാണ് കേരളം ഭരിക്കുക എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി ഈ തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ ജമാഅത്തെ ഇസ്ലാമി കേരളം ഭരിക്കും എന്നൊരു മുഖ്യമന്ത്രി. അത് കഴിഞ്ഞിട്ട് CPM-ന്റെ രണ്ടാമനായ നേതാവ് ശ്രീമാൻ AK ബാലൻ അദ്ദേഹം പറഞ്ഞ എന്താണ്? അടുത്ത ഇലക്ഷനിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുക ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും. നിങ്ങൾക്കറിയാം കേരളത്തിൽ 20,000-ഓളം പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. 74 പേരാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുടെ പ്രതിനിധികളായി ജയിച്ചു വന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ, ഒരു മുഖ്യമന്ത്രി പറയാൻ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും കേരളത്തിന്റെ അടുത്ത ഭരണം നിയന്ത്രിക്കുക. CPM-ന്റെ രണ്ടാമനായ നേതാവ് AK ബാലൻ പറയാൻ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യും. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പരിചയമുള്ള ഒരു വാക്കാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സൂക്ഷിച്ചു കേൾക്കണം. ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഈ ശബ്ദം പരിചയമുണ്ട്. അതെവിടെയാണ്? അത് ഗുജറാത്തിനകത്താണ്. ഗുജറാത്തിലെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP പരാജയപ്പെടുകയും കോൺഗ്രസ് അധികാരത്തിന് തൊട്ടടുത്തെത്തുകയും ചെയ്തിട്ടുള്ള ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ കോൺഗ്രസിന്റെ നേതാവ് അഹമ്മദ് പട്ടേൽ ഈ ഗുജറാത്തിലെ കോൺഗ്രസ് നേതൃത്വം കൊടുത്ത് അധികാരത്തിന്റെ അടുത്തെത്തിയപ്പോ അമിത്ഷായും നരേന്ദ്രമോദിയും കൂടി ഒരുമിച്ചൊരു ജാഥ നടത്തി. ആ ജാഥയുടെ സമാപനത്തിൽ അമിത്ഷാ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞെന്നറിയോ? നിങ്ങൾ അഹമ്മദ് പട്ടേലിനെ മുഖ്യമന്ത്രിയാക്കാൻ ആഗ്രഹിക്കുന്നുവോ? നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യും. അല്ല, അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാകണ്ടേ, ഗുജറാത്ത് ഭരിക്കാതിരിക്കണോ? നിങ്ങൾ BJP-ക്ക് വോട്ട് ചെയ്യും. എന്തിനാ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത്? മുഖ്യമന്ത്രി പറഞ്ഞത് UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി കേരളം ഭരിക്കും. AK ബാലൻ എന്താ പറഞ്ഞത്? UDF അധികാരത്തിൽ വന്നാൽ ജമാഅത്തെ ഇസ്ലാമി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യും. എന്താ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രത്യേകത? ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഇസ്ലാം എന്ന് പറയുന്ന ഒരു മുസ്ലിം വാചകം ആ സംഘടനയുടെ പേരിലുണ്ട്. എന്താ അഹമ്മദ് പട്ടേലിന്റെ പ്രത്യേകത? അഹമ്മദ് പട്ടേൽ എന്ന് പറഞ്ഞാൽ അതൊരു മുസ്ലിം പേരാണ്. BJP-യും CPM-ഉം തമ്മിലുള്ള അകലം കുറഞ്ഞു വരികയാണ്. BJP-യും CPM-ഉം തമ്മിലുള്ള അകലം കുറഞ്ഞു വരികയാണ്. എന്താണ് ജമാഅത്തെ ഇസ്ലാമി ഭരിക്കുമെന്ന് പറഞ്ഞത്? അവിടെ മുസ്ലിം പേരുള്ള ഒരു സംഘടന അധികാരത്തിലേക്ക് വരും. അതുകൊണ്ട് ഇവിടുത്തെ ഹിന്ദു സുഹൃത്തുക്കളെ, നിങ്ങൾ അലേർട്ടാവുക എന്നാണ് CPM പറയാൻ ശ്രമിച്ചതെങ്കിൽ ഗുജറാത്തിനകത്ത് അഹമ്മദ് പട്ടേൽ മുഖ്യമന്ത്രിയാകും. അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുക എന്ന് മോഡി പറയുമ്പോ, അമിത്ഷാ പറയുമ്പോ, അവിടെ അഹമ്മദ് പട്ടേൽ എന്ന മുസൽമാൻ ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നത് ഒരു ഭീകര പ്രശ്നമായി ഉയർത്തി കാണിക്കുകയാണ്. ഇവിടെ BJP-യും CPM-ഉം തമ്മിലുള്ള അകലം കുറഞ്ഞു വരികയാണ്. BJP-യുടെ പൊളിറ്റിക്കൽ ടൂളിനെ CPM ഉപയോഗപ്പെടുത്തുകയാണ്. ഇതിൽ നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കേരളത്തിലെ ജനങ്ങൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അവരതിന് ജാഗ്രത പാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നു. നിങ്ങൾ നോക്കൂ, ബീഹാർ CPM-കാരൻ ബീഹാറിനെ മോഡലായി എടുത്തു. എന്താ ബീഹാറിന്റെ പ്രത്യേകത? ജനം വെറുത്തുപോയ ബീഹാറിലെ ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ജനം വെറുത്തു. ഇനി മുന്നോട്ട് പോവുക സാധ്യമേ അല്ല എന്ന ഘട്ടത്തിൽ ബീഹാർ പറഞ്ഞു, എല്ലാ സ്ത്രീകൾക്കും 10,000 രൂപ അവരുടെ അക്കൗണ്ടിലേക്ക് ഞങ്ങൾ അയച്ചു കൊടുക്കും. അവരുടെ അക്കൗണ്ടിലേക്ക് 10,000 രൂപ വീതം ഞങ്ങൾ അയച്ചു കൊടുക്കും. ബീഹാറിലെ പാവപ്പെട്ട ജനത 10,000 രൂപ അക്കൗണ്ടിലേക്ക് വന്നപ്പോ ഇനി എന്ത് പ്രയാസം ഉണ്ടായാലും കുഴപ്പമില്ല, 10,000-ന്റെ നന്ദി പറഞ്ഞ് അവരെ ഗവൺമെന്റ് വീണ്ടും വോട്ട് ചെയ്തു.
ബീഹാർ തെരഞ്ഞെടുപ്പ് നമ്മൾ കണ്ടതാണ്. എന്നാൽ അതുപോലെ കേരളം അവർ ചെയ്തത് തിരഞ്ഞെടുപ്പിന്റെ 2 മാസം മുൻപ് അവരെന്ത് ചെയ്തു? പെൻഷൻ 400 രൂപ കൂട്ടി. 400 രൂപ പെൻഷൻ കൂട്ടി. എന്നിട്ടോ ഈ പെൻഷന്റെ പേരിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ സഖാക്കളോട് നമ്മളൊരു കാര്യമേ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. ഈ തിരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോ CPM-കാരൻ തിരിച്ചറിഞ്ഞ ഒന്നാമത്തെ കാര്യം ബീഹാർ അല്ല കേരളം എന്നവർ തിരിച്ചറിഞ്ഞു വന്നതാണ് അതിന്റെ ഏറ്റവും വലിയ സവിശേഷത. ബീഹാർ അല്ല കേരളം എന്നവർ തിരിച്ചറിഞ്ഞു. വർഗീയത ഉപയോഗിക്കാൻ ഇത് ഗുജറാത്ത് അല്ല എന്ന് CPM-കാരൻ തിരിച്ചറിഞ്ഞു വന്നതാണ് ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾക്കറിയുമോ കേരളത്തിലെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിന്റെ പ്രത്യേകത എന്താണ്? കേരളം, തമിഴ്നാട്, കർണാടക ഈ സ്റ്റേറ്റുകളുടെ പ്രത്യേകത BJPക്ക് സ്പേസ് കൊടുക്കാതെ നിരന്തരം പൊരുതുന്ന സംസ്ഥാനങ്ങളുടെ പേരാണ് ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. കഴിഞ്ഞ ദിവസം കർണാടകയിൽ അവിടുത്തെ ഗവൺമെന്റ് ഒരു ബില്ല് പാസാക്കി. എന്താ ബില്ല്? ഇന്ത്യയിൽ ഒട്ടുക്കും സംഘപരിവാർ വിഷലിപ്തമായ പ്രസംഗങ്ങൾ നടത്തുന്നു. വിഷലിപ്തമായ പ്രസംഗം നടത്തുന്നു. അത് ആളുകൾക്കിടയിൽ മതപരമായ വിഭജനം ഉണ്ടാക്കുന്നു, വർഗീയത ഉണ്ടാക്കുന്നു. അത് അവസാനിപ്പിക്കാൻ കർണാടകയിൽ അവിടുത്തെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു ബില്ല് കൊണ്ടുവന്നു. ഹെയ്റ്റ് സ്പീച്ച് അഗേൻസ്റ്റ് ഒരു ബില്ല് കൊണ്ടുവന്നു. നോക്കൂ നിങ്ങൾ, തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ അവിടുത്തെ മുഖ്യമന്ത്രി സ്റ്റാലിൻ പറഞ്ഞു, BJP-കാരാ, നീ ഈ തമിഴ്നാട്ടിൽ വന്ന് ഹിന്ദുവിന് വേണ്ടി സംസാരിച്ചാൽ ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ ഹിന്ദുവിനെയും മുസൽമാനെയും മറ്റു മതങ്ങളെയും പരസ്പരം തമ്മിലടിപ്പിക്കുന്ന പ്രസംഗം നടത്തിയാൽ സർക്കാർ നിന്നെ ഈ സംസ്ഥാനത്ത് നിന്ന് തള്ളി ഓടിക്കും എന്ന് ഈ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി സ്റ്റാലിൻ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങൾ കേരളത്തെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. പിണറായി വിജയൻ കേരളം ഭരിക്കുന്നു. ശശികല ടീച്ചർ എത്ര തവണ പ്രസംഗിച്ചു പോട്ടെ. PC ജോർജ് എത്ര വർഗീയമായി പ്രസംഗിച്ചു. ഒരു കേസെടുത്തോ? കേസെടുത്തില്ല. വെള്ളാപ്പള്ളി നടേശൻ ശശികലയേക്കാൾ മോശമായി. വെള്ളാപ്പള്ളി നടേശൻ നിരന്തരം പ്രസംഗിക്കുന്നു. ആ മുഖ്യമന്ത്രിയുടെ വെള്ളാപ്പള്ളിക്ക് സീറ്റ് കിട്ടുന്നു. പന്നി പെറ്റുകിടക്കുന്നത് പോലെ മലപ്പുറത്തെ മുസ്ലിങ്ങൾ പെറ്റുകൂട്ടുകയാണ് എന്ന് വാട്ടർ അതോറിറ്റിയിലെ ഒരു സംഘപരിവാർ ഉദ്യോഗസ്ഥ പറഞ്ഞു. അവർക്ക് പ്രമോഷൻ കൊടുത്തു. നോക്കൂ, മലപ്പുറം ജില്ലയിൽ ഒരു SP വന്നു, സുജിത് ദാസ്. ആ ജില്ലയെ ക്രിമിനൽ ക്യാപിറ്റലാക്കാൻ ആസൂത്രിതമായി ശ്രമിച്ചു. അയാളെ അവിടുന്ന് സ്ഥലം മാറ്റാൻ CPI ആവശ്യപ്പെട്ടിട്ട് പോലും അവർക്ക് സ്ഥലം മാറ്റാൻ വേണ്ടി കഴിഞ്ഞില്ല. എവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്? ഉത്തരേന്ത്യ പോലെ ഒരു സംസ്ഥാനമായി കേരളം മാറാൻ ആഗ്രഹിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നു. നിങ്ങൾക്കറിയാലോ, ഗെയിൽ സമരം മലബാറിലേക്ക് എത്തി. എന്താ ഗെയിൽ? ഭൂമിക്കടിയിലൂടെ വാതക പൈപ്പ് കൊണ്ടുവരികയാണ്. അത് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോട്ടേക്ക് പോകുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തിരുവനന്തപുരത്ത് നിന്ന് ഈ ഗെയിൽ പദ്ധതി പൈപ്പ് ലൈൻ ആരംഭിച്ചു. അത് എറണാകുളത്തെത്തിയപ്പോ ഇന്നത്തെ മന്ത്രി, അന്നത്തെ എറണാകുളം ജില്ലയിലെ CPM-ന് നേതൃത്വം കൊടുത്ത നേതാവ് P. രാജീവ് എറണാകുളത്ത് വലിയ സമരത്തിന് നേതൃത്വം കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ഭൂമിക്കടിയിലൂടെ കടന്നു വരുന്ന ഈ ഗെയിൽ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് ഭൂമിക്കടിയിലെ ബോംബാണ്. ഇതിനെതിരെ ജനകീയ സമരം ഞങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എറണാകുളത്ത് സമരം നടത്തി. എന്നാൽ കേരളത്തിന്റെ ഭരണം മാറി, ഉമ്മൻചാണ്ടി മാറി, പിണറായി വിജയൻ വന്നു. ആ ഗെയിൽ പൈപ്പ് ലൈൻ കേരളത്തിലെ മലബാറിലേക്ക് എത്തി. മലപ്പുറത്തും കോഴിക്കോട്ടും കണ്ണൂരിലുമൊക്കെ എത്തുമ്പോൾ അതിനെതിരെ വലിയ സമരം ഉണ്ടായി. നിങ്ങളുടെ കോഴിക്കോട് ജില്ലയിൽ സമരം ഉണ്ടായി, എന്റെ മലപ്പുറം ജില്ലയിൽ സമരം ഉണ്ടായി. P. രാജീവ് ഇപ്പൊ മന്ത്രിയാണ്. ഇപ്പൊ അവരെന്താ പറഞ്ഞത്? മലബാറിലേക്ക് എത്തിയപ്പോൾ അവർ പറഞ്ഞു, ഈ ഗെയിൽ പൈപ്പ് ലൈനെതിരെ സമരം ചെയ്യുന്നത് മുസ്ലിം തീവ്രവാദികളാണ്. എത്ര പെട്ടെന്നാണ് നമ്മൾ തീവ്രവാദികളായത്? ഇതേ ഗെയിൽ പൈപ്പ് ലൈനെതിരെ എറണാകുളത്ത് P. രാജീവ് എന്ന് പറയുന്ന ഇന്നത്തെ മന്ത്രി, വ്യവസായ മന്ത്രി, അന്ന് സമരം ചെയ്യുമ്പോ അവര് പറഞ്ഞു, ഇത് ഭൂമിക്കടിയിലൂടെ കടന്നു പോകുന്ന ബോംബാണ്, ഇത് ജനകീയ സമരമാണ്. അതേ ഗെയിൽ പൈപ്പ് ലൈനെതിരെ എറണാകുളം കടന്ന് തൃശ്ശൂർ കടന്ന് മലപ്പുറത്തും കോഴിക്കോട്ടും എത്തിയപ്പോ മലപ്പുറത്തുകാരും കോഴിക്കോട്ടുകാരും സമരം ചെയ്തപ്പോ ഇതേ P. രാജീവ് പറഞ്ഞു, അത് വർഗീയവാദികളുടെ സമരമാണ്. ഈ ഗവൺമെന്റിനെതിരെ വിധിയെഴുത്തുണ്ടാവില്ലേ? ഈ ഗവൺമെന്റിനെതിരെ നമ്മൾ ഇത്തരത്തിൽ പ്രതികരിക്കില്ലേ? നോക്കൂ, ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ, ഇത് SIR നടപ്പിലാക്കിയ കാലമാണ്. ഇവിടെ ഇരിക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാരോട് ഞാൻ പറയുന്നത്, പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ ആഘോഷത്തിൽ അലിഞ്ഞു പോകേണ്ടതല്ല നിങ്ങളുടെ ജാഗ്രത. നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ഇതൊരു സെമി ഫൈനലാണ് എന്ന് നമ്മൾ പ്രഖ്യാപിച്ചു. സെമി ഫൈനൽ നമ്മൾ ജയിച്ചു. ഇനി ഫൈനലിന്റെ കാത്തിരിപ്പാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഫൈനൽ ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ കുന്നിക്ക് പിടിച്ച് തെരുവിലേക്ക് വലിച്ചെറിയുന്നതാണ് ഈ ഫൈനലിന്റെ റിസൾട്ട്. അതിനുവേണ്ടി തയ്യാറെടുക്കണം, അതിനുവേണ്ടി തയ്യാറാകണം. SIR നടപ്പിലാക്കപ്പെട്ട പട്ടികകൾ നമ്മുടെയൊക്കെ ബൂത്തിലേക്ക് എത്തി. പ്രവർത്തകന്മാരോട് ഞാൻ പറയുന്നത്, അതിസൂക്ഷ്മമായി ആ പട്ടികയെ പരിശോധിക്കണം. ഇവിടെ വോട്ട് ചോരിയുടെ കഥകൾ
BJP നേതാക്കന്മാർ നടത്തിയത് കേരളത്തിൽ പ്രകടമായി SIR വന്നപ്പോ നമുക്ക് മനസ്സിലായി. പക്ഷെ നമ്മുടെയൊക്കെ പ്രദേശത്ത് ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷന്റെ നിർത്തിയിട്ടുള്ള ആളുകൾ, ഈ പട്ടികയുമായി ബന്ധപ്പെട്ട BLOമാർ ഭൂരിപക്ഷ ഇടങ്ങളിലും ഇടതുപക്ഷത്തിന്റെ പ്രതിനിധികളാണ്. അവർ തയ്യാറെടുക്കുന്ന റിപ്പോർട്ടുകളാണ് ഈ പട്ടികയിൽ ഉണ്ടാകുന്നത്. എന്നാൽ CPM കേന്ദ്രങ്ങളിലുള്ള ഈ പട്ടികകൾ നിങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കണം. അവിടെ നിന്ന് SIR പട്ടികയിൽ അമിതമായി കയറിയ BJPയുടേതല്ലാത്ത ഇരട്ട വോട്ടുകൾ കണ്ടെത്താൻ BJPയുടെ നിലവിൽ തള്ളിക്കളഞ്ഞു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് കുബുദ്ധികളുടെ ഈ പട്ടിക പരിശോധിക്കാൻ നമ്മൾ തയ്യാറാകണം എന്ന് പറയാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയാം. നോക്കൂ, ഉമ്മീദ് പോർട്ടൽ എന്ന് പറയുന്ന വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ ഉണ്ട്. ഇവിടുത്തെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, നമ്മൾ മരിച്ചാൽ പോയി കൊടുക്കാനാണ് നമ്മുടെ ഖബർസ്ഥാൻ. നമ്മൾ മരിച്ചാൽ നമുക്ക് പോയി കിടക്കാനുള്ള ഖബർസ്ഥാൻ. എന്റെയും നിങ്ങളുടെയും സഹോദരിമാർ, മക്കൾ, അനിയന്മാർ, അനിയത്തിമാർ, അവർ മതം പഠിക്കാൻ പോകുന്ന മദ്രസകൾ, നമ്മുടെ 5 വക്ത് ബാങ്കുലികൾക്ക് വേണ്ടി കാതൊടുക്കുന്ന നമ്മുടെ ജുമാ മസ്ജിദുകൾ, ഇതൊക്കെ വഖഫ് സ്വത്തുക്കളാണ്. ഇതൊക്കെ വഖഫ് സ്വത്തുക്കളാണ്. SIR നടപ്പിലാക്കിയ അതേ ഇന്ത്യയിൽ ഉമ്മീദ് രജിസ്ട്രേഷൻ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിച്ചു. എന്താ ഉമ്മീദ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ? കേന്ദ്ര ഗവൺമെന്റ് വഖഫ് അമെൻമെന്റ് ബില്ല് കൊണ്ടുവന്നു. വഖഫ് അമെൻമെന്റ് ബില്ല് കൊണ്ടുവന്നിട്ട് BJP ഗവൺമെന്റ് പറഞ്ഞു, ഈ രാജ്യത്തെ വഖഫ് സ്വത്തുക്കൾ എന്ന് വെച്ചാൽ നമ്മുടെ പള്ളികൾ, നമ്മുടെ മദ്രസകൾ, നമ്മുടെ ഖബർസ്ഥാനുകൾ, ദീനി സ്ഥാപനങ്ങൾ, അത് മുഴുവൻ വഖഫിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടണം. ഇത് രജിസ്റ്റർ ചെയ്താൽ അവ നിയമപരമായി വഖഫ് സ്വത്തുക്കളാണ്. ഇത് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ നിയമപരമായി വഖഫ് സ്വത്തുക്കളല്ല. എന്ന് വെച്ചാൽ വഖഫ് സ്വത്തായ നിങ്ങളുടെ പള്ളിയിലെ ഖബർസ്ഥാൻ ഉമ്മീദ് പോർട്ടൽ വഴി രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ, രജിസ്ട്രേഷൻ സമയം കഴിഞ്ഞാൽ പിന്നെ അത് വഖഫ് സ്വത്തല്ല. ആരെങ്കിലും ഒരാൾ തർക്കം ഉന്നയിച്ചാൽ അത് ഗവൺമെന്റ് ഭൂമിയാണ്. അപകടകരമായൊരു ബില്ല് രാജ്യത്തെ സെൻട്രൽ ഗവൺമെന്റ് നടപ്പിലാക്കി. ഇത് ഗവൺമെന്റ് ആദ്യമായി ചെയ്യല്ല. SIR കൊണ്ടുവന്നു, നമ്മൾ SIR എതിർത്തു. വഖഫ് അമെൻമെന്റ് ബില്ല് കൊണ്ടുവന്നു, നമ്മൾ അതിനെ എതിർത്തു. ഇവിടെ പിന്നെ ദേശീയ വിദ്യാഭ്യാസ നയം കൊണ്ടുവന്നു, നമ്മൾ അതിനെ എതിർത്തു. എല്ലാത്തിനെയും നമ്മൾ എതിർത്തു. എന്നാലോ ഇതൊക്കെ രാജ്യം ഭരിക്കുന്നത് BJPക്കാരനായതുകൊണ്ട് അവൻ നിയമപരമായി അത് രാജ്യത്ത് നടപ്പിലാക്കി. അത് നിയമമായി. ഒരു നിയമമായാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനെതിരെ ജാഗ്രതപ്പെടണം. SIR ഒരു നിയമമായി. അപ്പൊ എന്തു ചെയ്തു? മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു, എല്ലാ വില്ലേജ് ഓഫീസിലും ഒരു കസാരി, ഒരു ടേബിൾ ഇട്ടിട്ട് SIRന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. എന്നാൽ ഇതേ സർക്കാരിനോട് നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇവിടുത്തെ വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്യാൻ ഇവിടെ ഒരു വഖഫ് ബോർഡ് ഉണ്ടല്ലോ, ഇവിടെ ഒരു വഖഫ് മന്ത്രി ഉണ്ടല്ലോ. നിങ്ങൾ എന്താ ഇതുവരെ ചെയ്തത്? പ്രിയപ്പെട്ട വിശ്വാസി സമൂഹത്തോട് ഗൗരവമായി ഞാൻ ചോദിക്കുന്നത്, എന്താണ് കേരളത്തിലെ വഖഫ് മന്ത്രിക്ക് കഴിഞ്ഞ 6 മാസക്കാലമായി പണി? എന്താണ് കേരളത്തിലെ വഖഫ് ബോർഡിന് കഴിഞ്ഞ 6 മാസക്കാലമായി പണി? നികുതി പണം ഏറ്റുവാങ്ങി, അതിന് ശമ്പളം പറ്റി, അതിൽ നിന്ന് സൗകര്യങ്ങൾ ഉണ്ടാക്കി അവർ കൊണ്ടുപോകുമ്പോ ഇവിടുത്തെ വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ നടത്താൻ എന്ത് ആക്ടിവിറ്റിയാണ് വഖഫ് മന്ത്രി നടത്തിയത്? എന്ത് ആക്ടിവിറ്റിയാണ് വഖഫ് ബോർഡ് നടത്തിയത്? SIR കേരളത്തിൽ എല്ലാവരും ബാധിക്കുന്ന പ്രശ്നമാണ്. അതിൽ കോൺഗ്രസിന് താല്പര്യമുണ്ട്, അതിന് ലീഗിന് താല്പര്യമുണ്ട്, അതിന് മുസ്ലിങ്ങൾക്ക് താല്പര്യമുണ്ട്, അത് ക്രിസ്ത്യാനികൾക്ക് താല്പര്യമുണ്ട്, അതിൽ ഹിന്ദുക്കൾക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ പിണറായി വിജയനും അതിൽ താല്പര്യമുണ്ട്. എന്നാൽ വഖഫ് സ്വത്തുക്കൾ ആരെ ബാധിക്കുന്നതാണ്? ഇവിടുത്തെ മുസ്ലിം വിശ്വാസി സമൂഹത്തെ മാത്രം ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് മാത്രം അതിലേക്ക് താല്പര്യം കാണിക്കാത്ത ഒരു ഗവൺമെന്റ് കേരളം ഭരിക്കുന്നു. നിങ്ങൾ നോക്കൂ, തൊട്ടപ്പുറത്ത് തമിഴ്നാട്, അതിനപ്പുറത്ത് കർണാടക. അവിടെയെല്ലാം കർണാടകയിൽ 100% വഖഫ് പ്രോപ്പർട്ടികളുടെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചു കഴിഞ്ഞു. തമിഴ്നാട് ഏറെക്കുറെ അത് പൂർത്തീകരിച്ചു കഴിഞ്ഞു. എന്നാൽ കേരളത്തിൽ വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ പൂർത്തീകരണം 50% പോലും പൂർത്തീകരിച്ചിട്ടില്ല. താരതമ്യേന വ്യവസ്ഥാപിതമായ സംവിധാനമുള്ള കേരളത്തിനകത്ത് അത് എന്തുകൊണ്ട് നടന്നില്ല എന്ന് പരിശോധിച്ചാൽ അത് നടപ്പിലാക്കാൻ നേതൃത്വം കൊടുക്കേണ്ട വഖഫ് മന്ത്രിയും വഖഫ് ബോർഡും അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ നടത്തിയില്ല എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം പറയുന്നു. ഇത്തരത്തിൽ മുസ്ലിം വിരുദ്ധമായ, വിശ്വാസി വിരുദ്ധമായ പ്രവർത്തനങ്ങളുമായി ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ അവർക്കെതിരെയുള്ള ചോദ്യം ചെയ്യുന്ന ഒരു രാഷ്ട്രീയമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ ഉണ്ടാകണം. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട്, പ്രിയപ്പെട്ട എന്റെയും നിങ്ങളുടെയും പ്രിയങ്കരനായ നിങ്ങളുടെ പഞ്ചായത്ത് ബോർഡിന്റെ പ്രസിഡന്റ് കൂടിയായി തെരഞ്ഞെടുക്കപ്പെട്ട അഹമ്മദ് പുന്നക്കൽ അവർകൾ MSFന്റെ ജനറൽ സെക്രട്ടറി കൂടിയായിരുന്നു. അഭിമാനത്തോടു കൂടി MSF കാരൻ എന്ന രീതിയിൽ പ്രിയപ്പെട്ട അഹമ്മദ് പുന്നക്കൽ അവർകളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ അവസാനിക്കുമ്പോൾ പ്രിയപ്പെട്ട മുസ്ലിം ലീഗിന്റെ സഹപ്രവർത്തകരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, അതീവ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ട കാലമാണ്. എല്ലാം നിലക്കും ഒരു സമൂഹം വേട്ടയാടപ്പെടുന്ന ഒരു കാലം, നിരന്തരമായി ആക്രമിക്കുന്ന ഒരു കാലം. ഒരു വാചകം മാത്രം ഞാൻ പറയുന്നു,
ആരുണ്ടാകുമായിരുന്നു കൂടെ എന്ന് ചോദിക്കുമ്പോ ഇവിടുത്തെ സമൂഹം, ഇവിടുത്തെ മതസംഘടനകൾ, ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ, എത്രയേറെ രാഷ്ട്രീയ നേതാക്കന്മാർ, പണ്ഡിതന്മാർ, മറ്റു സൗകര്യങ്ങൾ എല്ലാം ഉള്ളപ്പോ ഞാനും നിങ്ങളും മരിച്ചു കിടക്കേണ്ട ഖബർസ്ഥാനുമായി ബന്ധപ്പെട്ട വഖഫ് അമെൻമെന്റ് നിയമം ഉണ്ടാകുമ്പോ ആ നിയമവുമായി ബന്ധപ്പെട്ട് ഉമ്മീദ് പോർട്ടലിൽ കേരളത്തിന്റെ വഖഫ് സ്വത്തുക്കൾ രജിസ്റ്റർ ചെയ്ത് പൂർത്തീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് സമയം നീട്ടിത്തരണമെന്ന് പറഞ്ഞ് ട്രൈബ്യൂണലിലേക്ക് പരാതി കൊടുക്കാൻ പോയിട്ടുള്ള പാർലമെന്റ് മെമ്പറുടെ പേര് നിങ്ങൾ ഓർത്തു വെക്കണം. അത് ടി മുഹമ്മദ് ബഷീർ എന്ന മുസ്ലിം ലീഗിന്റെ നേതാവ് മാത്രമായിരുന്നു. ലീഗ് രാഷ്ട്രീയം എന്താണ് കേരളത്തിൽ നിർവഹിക്കപ്പെടുന്നത് എന്ന ചോദ്യത്തിന് അവസാനത്തെ ഉദാഹരണമായി ഞാൻ നിങ്ങൾ മുമ്പിൽ പറഞ്ഞു വെക്കുന്നു. നിങ്ങൾ മരിച്ചു കിടക്കേണ്ട മണ്ണ് അത് വഖഫ് സ്വത്തായി മാത്രം നിൽക്കണം എന്ന് നിർബന്ധ ബുദ്ധിയോടുകൂടി ഇന്ത്യയുടെ പാർലമെന്റിലെ ഒരു പാർലമെന്റ് മെമ്പറാണ് ഇവിടുത്തെ ഭരണകൂടത്തെ കണ്ടിട്ട് ഞങ്ങൾക്ക് സമയം വേണം, കേരളത്തിൽ ഉൾപ്പെടെ അത് പൂർത്തീകരിച്ചിട്ടില്ല എന്ന് പറഞ്ഞത്. ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകേണ്ട ഒരു കാലം. കേരളം ഭരിക്കുന്നതും കേന്ദ്രം ഭരിക്കുന്നതും സംഘപരിവാർ ചിന്തയുള്ള സംഘടനകളാണ്, രാഷ്ട്രീയ പാർട്ടികളാണ് എന്ന ബോധ്യത്തിൽ മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ മനോഹരമായ ചടങ്ങ്, നിങ്ങളുടെ നാടിന്റെ ഈ ആഘോഷരാവിനെ അഭിവാദ്യങ്ങൾ ചെയ്ത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് മുസ്ലിം ലീഗ്. അസ്സലാമു അലൈക്കും.